നമസ്കാരം പ്രിയപ്പെട്ടവരെ. സംഘി സൈബർ ഇടങ്ങളിലും കാസ കൂസന്മാരുടെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ ആഘോഷമാണ്. കേക്ക് മുറിക്കുന്നു, വീഞ്ഞു കുടിക്കുന്നു. അങ്ങനെ വലിയൊരു ആഘോഷത്തിന്റെ ഒരു ദിവസമാണ് ഇന്ന് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അൽ ഖമേനിയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഒറ്റുകൊടുക്കാത്ത, സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വിട്ടിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഓടിപ്പോകാത്ത നല്ല നട്ടലുള്ള ആൺകുട്ടിയായിട്ടുള്ള അയത്തുള്ള ഖമേനിയുടെ മരണം ആ രാജ്യത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിത്വമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു ആയത്തുള്ള ഖമേനി പോയാൽ 100 ആയത്തുള്ള ഖമേനിമാർ ഉദിച്ചു വരും. അതാണ് ആ പാരമ്പര്യം എന്നുള്ളത്. ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഈ ഇസ്രായേലിന്റെ നരാധമനായിട്ടുള്ള നെതന്യാഹു, ഈ ട്രംപ് എന്ന് പറഞ്ഞ വേട്ടാവളിയനൊക്കെ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി ഇരിക്കുന്നതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. 3 വൻ രാഷ്ട്രങ്ങൾ സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് അയത്തുള്ള അൽ ഖമേനി ആ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചെങ്കിൽ ഇവന്റെ ഒന്നും മുന്നിൽ മുട്ടുമടക്കാതെ, അവന്റെ ഒന്നും മുമ്പിൽ തലകുനിക്കാതെ, സർവശക്തനായ തമ്പുരാന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്ന ആ ഒരു നേതാവിന് ബിഗ് സല്യൂട്ട്, ചങ്കത്ത് തൊട്ട് പ്രണാമം അർപ്പിക്കുക. കാരണം ഒരുത്തന്റെ മുമ്പിൽ തലകുനിക്കാത്ത ഒരു ഉഷിരുള്ള ഒരു നേതാവ്. സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ധീരനായിട്ടുള്ള ഒരു നേതാവിനെ എത്ര രാജ്യങ്ങൾ ചേർന്നാണ് ആക്രമിച്ചത്, അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഇവന്മാർ കൊലപ്പെടുത്തിയെന്നൊക്കെ നമുക്ക് നന്നായിട്ട്. ചതിയിലൂടെ അല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന നരാധനന്മാർക്ക് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാനായിട്ടുള്ള ശക്തിയുമില്ല, അതിനുള്ള ആംബിയർമാർക്കില്ല. അവരെ നാളായി ഇസ്രായേലിൽ കിടന്ന് കുരച്ചോണ്ടിരിക്കുന്ന ഒരു മാലപ്പടക്കം അവർക്കിപ്പോ ഭയങ്കര സന്തോഷമാണ്. കാരണം അവളുടെ സന്തോഷത്തിന് അതിരുകളില്ല എന്നുള്ളതാ. ഇതുപോലെ സ്ത്രീ ജന്മങ്ങൾക്ക് അപമാനമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെ പറയിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇതുപോലത്തെ പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ. ഏതോ കാണ്ടാമൃഗത്തിന് ആയിട്ടുള്ള ഈ വൃത്തികെട്ട മോള് കിടന്നുകൊണ്ട് കുരയ്ക്കുന്ന ആ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണണം. ഒരു ഖമേനി ഇവിടെ മരണപ്പെട്ടത് കൊണ്ട് ഈ ലോകമൊന്നും അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഖമേനി മരണപ്പെട്ടതിൽ ഒരു സങ്കടവും തോന്നില്ല. ഇതുപോലത്തെ 100 കണക്കിന് ഖമേനിമാർ ഇനിയും ആ രാജ്യത്തു നിന്നും പല രാജ്യത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കും. കാരണം അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും, അതാണ് ചരിത്രം. അപ്പൊ ഈ സുവിശേഷം പറയുന്ന വാഗുണ്ട് ഇതുപോലത്തെ തീട്ട വർത്താനം പറഞ്ഞ ഈ വൃത്തികെട്ടവളുടെ കുരയ്ക്കല് നമുക്കൊന്ന് കാണാം. ചൂടുവാർത്ത ചൂടുവാർത്ത ചൂടുവാർത്ത. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി നാളുകൾക്ക് ശേഷം വളരെ സന്തോഷം നിറഞ്ഞ വളരെ പുഞ്ചിരിയോടുകൂടി ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പം കൂട്ടക്കരച്ചിൽ ഇനി എല്ലാവർക്കും കരയാം. ഇന്ന് മാധ്യമങ്ങളുടെ വാർത്തകൾ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് മുഴുവനും ഇരവാദവും കരച്ചിലും ഒക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. മാധ്യമങ്ങൾ കരഞ്ഞു തുടങ്ങി. ഇറാനിലെ സ്കൂളിൽ 5 കുഞ്ഞുങ്ങളെ ഇസ്രായേൽ ദാരുണമായി കൊന്നൊടുക്കി. കണ്ണിൽ ചോരയില്ലാത്ത ഇസ്രായേൽ ഇറാനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ 5 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി. പെൺകുട്ടികളെ, പെൺകുട്ടികളുടെ സ്കൂളിനകത്തോട്ട് എവിടുന്നടാ ഈ തള്ളു വാർത്തയൊക്കെ ഇവന്മാർക്ക് കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും കരച്ചിലും ബഹളവും കൂട്ടക്കരച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ കരയുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ കരയാം. അവസരങ്ങൾ ഇസ്രായേൽ ഇങ്ങനെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഒന്നും ഓർത്ത് വിഷമിക്കരുത് മാധ്യമങ്ങളെ. നല്ല വൃത്തിയാണം കരഞ്ഞോ. നമ്മുടെ കൊതമേനിയുടെ കളിസം കീറി ഇസ്രായേൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഹൂറിയുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് ആർക്ക് എന്ത് ചെയ്യാം? കൊതമേനിക്ക് ഇസ്രായേലിന് ചൊറിയണമെങ്കിൽ ഹൂറിയുടെ അടുത്ത് പോയിരുന്ന് ചൊറിയാം. അറിയാമല്ലോ. അപ്പം കൊതമേനി ഇറാന്റെ ഇപ്പം ഇസ്രായേലിനെ തീർത്ത് കളയും, ഇപ്പം തട്ടിക്കളയും, ഇസ്രായേലിനെ ഇപ്പം മുടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ കൊതമേനി അങ്ങ് പോയിട്ടുണ്ട് ഹൂറിയുടെ അടുത്തോട്ടേക്ക്. അങ്ങനെ മധുരപരമായ സഹോദരങ്ങൾ ഇന്ന് എല്ലാവരും കേക്ക് വിളമ്പിക്കോ. ഇറാന് മുഴുവനും ബക്ലോവ വിളമ്പുക. നിങ്ങളെല്ലാവരും നാട്ടിൽ കേക്കുള്ളവരൊക്കെ കേക്ക് വിളമ്പിക്കോ. ഗെയിം ഓവർ. കളിയോടെ കളി. അപ്പം നമുക്ക് കൊതമേനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? എപ്പോഴും നമ്മൾ പിന്നെ പാട്ടൊക്കെ പാടി ഡെഡിക്കേറ്റ് കൊടുക്കുന്നതല്ലേ. നമ്മൾ കൊതമേനിക്കൊരു ഡെഡിക്കേറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, വിഷമമുള്ള കാര്യമല്ലേ പ്രിയ സഹോദരങ്ങളെ. കൊതമേനിക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടാം. അപ്പം എനിക്ക് ഇന്നത്തെ സന്തോഷം എങ്ങനെ അറിയിച്ച് തീർക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് നമുക്കൊരു പാട്ടങ്ങ് പാടാം. ആ പിടിപ്പോട് പോട് പോട് ഇറാനെ പോട് ഇസ്രായേലേ, കുനിച്ച് കുത്ത് 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 ഇറാനെ കുത്ത് ഇസ്രായേലേ. അടുത്തത് ഇസ്രായേലെ ചൊറിഞ്ഞു വന്നാൽ അടി കൊണ്ട് ഓടിക്കുമേ, കൊതമേനയുടെ കളിസം കീറി കൂറിയുടെ കയ്യിൽ കൊടുക്കുമേ. ഇന്ത അടി പോതുമാ ഇന്നും കൊഞ്ചം വേണുമാ, ഇന്ത അടി പോതുമാ ഇന്നും കൊഞ്ചം വേണുമാ, ഇന്ത അടി പോതുമാ ഇന്നും കൊഞ്ചം വേണുമാ. തുടങ്ങിയിട്ടില്ല, അപ്പോഴേ കരച്ചില്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നു. എന്തുവാ ഇന്ന് കൊതമേനയുടെ കളിസം കീറി അങ്ങോട്ടേക്ക് വിടുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഇസ്രായേലിന് ഇതുപോലെ ചൊറിയാൻ വേണ്ടി വന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ?
ചൊറിയുക, അടിമേടിക്കുക, കരയുക, ഓടുക. ചൊറിയുക, അടിമേടിക്കുക, കരയുക, ഓടുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ അടിമേടിച്ച് ചൊറിഞ്ഞുകൊണ്ട് പോയപ്പം നമ്മളൊരു പാട്ട് പാടിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? അന്ന് എന്തുവായിരുന്നു? ഇരവാദം, വീരവാദം. ഇറാൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, കളത്തിലിറങ്ങിയിട്ടുണ്ട്. പൊട്ടിക്കും, ഇപ്പൊ പൊട്ടിക്കും, ഇപ്പൊ തീർക്കും. അപ്പം കൊതമേനിയെ കൂറിയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടുണ്ട്. ഇനി ആര് ബാക്കിയുണ്ട്? ഇനി ആരും ഒന്നും ബാക്കിയില്ലെന്നാ തോന്നുന്നേ. ബാക്കിയുള്ളവരൊക്കെ ബാ, ഇന്താടി പോതുമാ അടിയൊക്കെ ഇപ്പൊ ധാരാളമാ. ഇപ്പം കൂട്ടക്കരച്ചിലൊക്കെ കരയുന്ന മാധ്യമങ്ങൾക്കും കേരളക്കരയിലുള്ള ഹമാസ് പ്രേമികൾക്കും കൊതമേനി പ്രേമികൾക്കും എല്ലാം ഇന്ന് നല്ല വൃത്തിയാണം കരഞ്ഞ് ആശ്വസിക്കാനുള്ള വക ഇസ്രായേൽ തന്നിട്ടുണ്ട്. ഹൂറിയുടെ അടുക്കലേക്ക് ഒരാൾ കൂടി പോയിട്ടുണ്ട്. പക്ഷെ പോയവരെല്ലാം ഹൂറിയുടെ അടുക്കൽ നിന്ന് പോയിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കണോ? പോയവരെല്ലാം ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി. പോയ ഹമാസും ഹിസ്ബുള്ളയും ഹനയായും യാഹിയായൊക്കെ കൂടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഹൂറിയെ കണ്ടില്ല. കൊതമത് പറ്റിച്ചതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അവർ നാട്ടിൽ നിങ്ങൾക്ക് ഇവിടെ പൊട്ടിത്തെറിക്കാനിരിക്കുന്നവർക്കെല്ലാം വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ് ഈ പാട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ വന്ന് ഇസ്രായേലിനെ നോണ്ടുകയും പറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അന്നേ നമ്മൾ പറഞ്ഞതാ, ചൊറിയാൻ വരല്ലേ അടികൊണ്ട് ഓടുമേ, ചൊറിയാൻ വരല്ലേ അടികൊണ്ട് ഓടുമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്നേ പറഞ്ഞതാ. അപ്പം അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് എന്താ പറഞ്ഞറിയാമോ? ഇറാനിന്റെ അണ്ടം കീറി ഡണ്ടക 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 ഡണ്ടക, കൊതമേനിയുടെ കളിസം കീറി ഡണ്ടക 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 ഡൻ. ഇവറ്റുകളുടെ കരച്ചിൽ കാണാൻ എന്ത് രസവാദാസ. ഇവളുടെ മുഖം കണ്ടാണ്ടല്ലോ സാത്താൻ പോലും നാണിച്ചു പോകും. കാരണം അത്രത്തോളം ഈ ഭൂമിയിൽ പുഴുത്ത് ജീവിക്കുന്ന ഒരു വൃത്തികെട്ടവളാണ് ഇവൾ. ഇവള് ഈ ഇസ്രായേലിലെ ജൂതന്മാർക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പടക്ക കച്ചവടം ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇവൾ ഇതല്ലാതെ ഇവളുടെ വായിൽ നിന്നും വേറൊന്നും വരുന്നില്ല. സുവിശേഷമാണ് പോലും പറയുന്നത്, പക്ഷെ വായിൽ നിന്ന് വരുന്നത് മൊത്തം തീട്ടവർത്താനം. ധീരന് മരണം ഒന്നേ ഉള്ളൂ, പക്ഷെ ഭീരു പല പ്രാവശ്യം മരിച്ച് ജീവിച്ചിട്ടുണ്ട്. അത് നീ നിൽക്കുന്ന ഈ നെതന്യാഹു എന്ന് പറയുന്ന ഈ സാത്താന്റെ സന്തതി തന്നെയാണ്. കാരണം അവന് ഭയമാണ് ഇറാൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ നാശമാണെന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ വൻ രാഷ്ട്രങ്ങളെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ ലോകത്തിലെ വലിയ ശക്തിയാണെന്നൊക്കെ പറയും. പക്ഷെ ഇവന് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളൂടെ വേണം. അവനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കയറിയിട്ട് ഒരു നേതാവിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ രാജ്യം ഇല്ലാതാകുന്നില്ല. അല്ലടി കൂതറെ, ഇനിയും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ അവരത് തിരിച്ചടിച്ചിരിക്കും. അതിനകത്ത് ഒരു സംശയവും ഇല്ല. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. എന്താണെങ്കിലും ഈ യുദ്ധം ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയില്ല. 40ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഈ നരാധമനായിട്ടുള്ള ഈ ഇസ്രായേലിന്റെ ഭരണാധികാരികൾ അവിടെ ബോംബിട്ട് ആ സ്കൂളിൽ ബോംബിട്ട് ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത്. പലസ്തീനിലെ 58,000 കുഞ്ഞുങ്ങളെ കൊന്ന ഈ നരാധമന് അതൊന്നും വലിയൊരു പ്രശ്നമല്ല. ഇതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഇവളെപ്പോലുള്ള പുഴുത്ത ജന്മത്തിനും അതൊരു വിഷയമല്ല. പക്ഷേ ദൈവം തമ്പുരാൻ എന്ന് പറയുന്നത് അത് വലിയവൻ തന്നെയാണ്. അവൻ പാവികളെ പന പോലെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. അവസാനം കാലേ വാരി നിലത്തടിക്കുന്ന ഒരു ദിനം അതുണ്ടാകും. അതിനകത്ത് ഒരു സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറെ നാളായി ഞാൻ ഈ വൃത്തികെട്ടവളുടെ വീഡിയോ ആയിട്ട് വന്നിട്ട്, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അയത്തുള്ള അൽ ഖമേനിയുടെ ഈ ഒരു മരണം സന്തോഷിക്കുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് സന്തോഷിക്കാം. പക്ഷേ അത് ഒരു ധീര വിപ്ലവകാരി തന്നെയാണ്. ലോകം അദ്ദേഹത്തെ ഇനിയും അറിയപ്പെടുന്നത് ഒരുത്തന്റെയും മുമ്പിൽ തലകുനിക്കാത്ത, ഒരുത്തന്റെയും ഷൂ നക്കാത്ത ആൺകുട്ടിയായിട്ടായിരിക്കും അയത്തുള്ള അൽ ഖമേനി ഇനി ലോകമെമ്പാടും അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരു വിഷമവോ ഒരു സങ്കടവും ഇല്ല. കാരണം ഒരു ആയത്തുള്ള പോയാൽ 1000 ആയത്തുള്ള ഖമേനിമാർ ഇനിയും ഉദിച്ചുയർന്നു വരും. അവസാനത്തെ ഒരു കണിക പോലും ഈ നരാധമന്മാർക്കെതിരെ യുദ്ധവുമായി പോർമുഖത്തുണ്ടാവുന്ന ഒരു സംശയം വേണ്ട. നിന്റെ സന്തോഷം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് തന്നെ കാണാം.